100 മടങ്ങ് റിട്ടേൺസ് എന്ന മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് നമുക്കിപ്പോൾ സംസാരിക്കാം. 12 മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും ലിസ്റ്റ് പറയുന്നതിന് മുമ്പ് ഇത് ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഡാറ്റാസ് ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. ഫസ്റ്റ് HDFC ELSS ടാക്സ് ഫണ്ട്. ഇത് സ്റ്റാർട്ട് ആയത് 28 വർഷം മുമ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് 3,80,00,000 ആയേനെ. രണ്ടാമത് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട്. 28 വർഷം മുമ്പ് നിങ്ങൾ 1 ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ ഇന്നത് 3,28,00,000 ആയേനെ. തേർഡ് ഫ്രാങ്ക്ലിൻ ഇന്ത്യ പ്രൈമ ഫണ്ട്. 30 വർഷം മുമ്പ് നിങ്ങൾ 1 ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് 2,20,00,000 ആയേനെ. ഫോർത്ത് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ബ്ലൂ ചിപ്പ് ഫണ്ട്. 30 വർഷം മുമ്പ് നിങ്ങൾ 1 ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത് 2,10,00,000 രൂപയാണ്. ഫിഫ്ത്ത് HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട്. 29 വർഷം മുമ്പ് നിങ്ങൾ ഇതിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് 1,60,00,000 ആയേനെ. സിക്സ്ത് ആദിത്യ ബിർള SL ക്യാപ് ഫണ്ട്. 25 വർഷം മുമ്പ് നിങ്ങൾ 1 ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് 1,50,00,000 ആയേനെ. സെവൻത്ത് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ് ഫണ്ട്. 30 വർഷം മുമ്പ് 1 ലക്ഷം രൂപ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് 1,40,00,000 രൂപ. ഫ്രാങ്ക്ലിൻ ഇന്ത്യ ELSS ടാക്സ് സേവർ ഫണ്ട്. 25 വർഷം മുമ്പ് നിങ്ങൾ ഇതിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് 1,26,00,000 രൂപ. HDFC ടോപ്പ് 100 ഫണ്ട്. 27 വർഷം മുമ്പ് നിങ്ങൾ 1 ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് 1,24,00,000 രൂപ. നിപ്പോൺ ഇന്ത്യ ഫണ്ട്. 28 വർഷം മുമ്പ് നിങ്ങൾ 1 ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് 1,18,00,000 രൂപ. ലിസ്റ്റിലെ 12ാമത്തേതും ലാസ്റ്റുമായ മ്യൂച്വൽ ഫണ്ടാണ് സുന്ദരം മിഡ് ക്യാപ് ഫണ്ട്. 21 വർഷം മുമ്പ് നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് 1,10,00,000 രൂപ. ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും സമയം വൈകിട്ടില്ല. 20s ഏജിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്.